ഹലോ ഗായ്സ്, എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക്. നമ്മളിന്ന് കളിക്കുന്ന മൈൻക്രാഫ്റ്റ് അച്ചീവി സാറിൻ്റെ കൂടെയാണ്. അച്ചീവി സാർ ജോയിൻഡ് ആയിട്ടുണ്ട്. എവിടെയാണെന്ന് അറിഞ്ഞൂടെ, അവിടെയുണ്ട്. നമ്മൾ കുറച്ച് ബെഡൊക്കെ കളർ മാറ്റിയിട്ട് ഡിസൈനൊക്കെ വെച്ചിട്ടുണ്ട്. ഇന്നത്തെ പണി എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ മേൽക്കൂര പണിയാണ്. അതാണ് ഇന്നത്തെ പണി. പിന്നെ കുറച്ച് കോളൊക്കെ വേണം. അതാണ് ഇന്നത്തെ പണി. അതിന് മുമ്പേ എനിക്ക് കുറച്ച് ഇത് വേണം, എന്തുവാ, സ്റ്റിക്കും ആക്സും വേണം. എനിക്ക് കുറച്ച് തടികളൊക്കെ വേണം. അതുകൊണ്ട് അച്ചീവി സാർ എത്തിയിട്ടുണ്ട്. അച്ചീവി സാറിൻ്റെ അടുത്തല്ല. അച്ചീവി സാർ അവിടെ എന്തെല്ലോ നോക്കി ഇപ്പോൾ ഉണ്ട്. നമുക്കെന്തായാലും പണി തുടങ്ങാം. അച്ചു ലെഫ്റ്റാ ഗെയിമോ? ഇപ്പോൾ കയറിയതല്ലേ ഉള്ളൂ, എന്നിട്ട് പോവുകയും ചെയ്തു. അച്ചീവി സാർ ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ ജോയിൻഡ് കാണിച്ചിട്ടുണ്ട്. അച്ചീവി സാർ വന്നിട്ടുണ്ട്. അയ്യോ, കുറച്ച് ലാഗൊക്കെ ഉണ്ട്. അച്ചീവി സാർ വന്നുകൊണ്ടാണ് എളുപ്പം. കുറച്ച് മരം വെട്ടണം. അതിനുശേഷം നമ്മുടെ മേൽക്കൂരയുടെ പണി തുടങ്ങണം. അതാണ് ഇന്നത്തെ ജോലി. ഇടയ്ക്ക് ഈ പാട്ട് കേൾക്കുന്നുണ്ട്. നമുക്ക് അതൊന്ന് നിർത്താം. എൻ്റെ വീട്ടിൽ രണ്ട് ബോംബ് എങ്ങനെയോ വന്ന് പൊട്ടി. എനിക്കറിഞ്ഞൂടെ എന്ത് സൗണ്ട് കേൾക്കുന്നത്. അതെങ്ങനെ നിർത്തും? അത് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരും. ആക്ടിവേറ്റ് കൺട്രോളറോ? അതെങ്ങനെ മാറ്റുന്നതെന്ന് എനിക്കറിഞ്ഞൂടെ. ഇതിനകത്ത് കാണുമോ? ഗായ്സ്, നമ്മൾ ചെറുതായിട്ടൊന്ന് നമ്മുടെ സൗണ്ടൊന്ന് പോയായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് നേരം ഇരുന്നത്. ഇവിടെ നമുക്കൊരു ഡിസൈനിന് വയ്ക്കാം. ഇതിലേക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്തിനു പറ്റി? എന്തിനാണെന്ന് അറിഞ്ഞൂടെ. എന്തിനോ ഒരു സൗണ്ട് കേട്ട് നമ്മൾ. എന്താ ഒരു ഡിസൈനിന് ഇവിടെ ഒരു സീക്രട്ട് സാധനം വെച്ചേക്കാം നമുക്ക്.
നമുക്ക് ഇതൊരെണ്ണം എടുത്തങ്ങ് ഇവിടെ ഒളിപ്പിച്ച് വെച്ചേക്കാം. അത്ര ഉള്ളു. ഇതും അങ്ങനെ വെച്ചേക്കാം. ശേഷം നമുക്ക് അവിടെ തൊട്ടാണ് നമുക്കെല്ലാം ഉണ്ടാക്കാം. ഇത് നമുക്ക് പറഞ്ഞു കുറച്ച് ദിവസം നമ്മൾ വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചതാണ്. പിന്നെ നമ്മൾ ഇടാമെന്ന് വിചാരിച്ച കേട്ടോ. ഇത് അടിപൊളി ഡിസൈനല്ലേ. ഈ അടിയെല്ലാം പൊളിച്ചിടാണ്. ലെതറാ? നിങ്ങൾക്ക് ചിലപ്പോൾ അച്ചു സാറിൻ്റെ സൗണ്ടൊന്നും കേട്ടില്ല എന്ന് വരും. പക്ഷെ എനിക്ക് കേൾക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഇത് വെച്ച് അടിച്ച് പൊളിക്കാം. അതിപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കിയാലോ? ബ്രെഡ് ഉണ്ടാക്കാം. എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. വേണ്ട തല ഇറങ്ങും. അച്ചു സാറ് പഫർ ഫിഷിനെ വിളിച്ചിട്ട് നീ ഇത് തിന്നുന്നതെന്ന്. രാത്രിയായാ? എൻ്റെ കഥവൊക്കെ അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. നമുക്ക് കയറി കിടക്കാം. ഈ അറ്റത്ത് ചെസ്റ്റ് വെക്കാം. നമുക്ക് രണ്ടെണ്ണം എടുക്കാം. രണ്ട് ചെസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ ആയിട്ട് വയ്ക്കാം. അതിനുശേഷം ബ്രെഡ് ഉറങ്ങാനാ. ഇത് കുറച്ച് ബ്രെഡൊക്കെ കയ്യിൽ വേണം. ആര്? ഞാനാ? ഞാൻ എൻ്റെ സാധനമൊക്കെ എടുത്ത് വെക്കട്ടെ. എനിക്കിപ്പോൾ ഉറങ്ങാനുണ്ട്. പക്ഷേ ബേക്ക് ബ്രെഡ് നിൽക്കി നമുക്കെന്തായാലും ഉറങ്ങിയേക്കാം. അയ്യോ ഉറങ്ങിയിട്ടുണ്ട്. നമുക്ക് സാധനമൊക്കെ എടുത്ത് വെക്കണം. കുറേ സാധനങ്ങളുണ്ട് നമ്മളതിൽ കേട്ടോ. നമ്മുടെ കയ്യിൽ കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഒരു ചെസ്റ്റിലായിട്ട് കയറൂലെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ 2 ചെസ്റ്റ് എടുക്കണം. എൻ്റെ കയ്യിൽ കുറേ അയഡുകളുണ്ടായിരുന്നു കേട്ടോ. അതിരിക്കട്ടെ. ബ്രെഡ് തിന്നാം നമുക്ക്. നമ്മുടെ പഴയ വീട്ടിൽ സാധനമൊക്കെ ഇരിപ്പുണ്ട്. ഇതാണ് ഇങ്ങനെ കൊണ്ട് കിടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ നമുക്കെടുക്കാം. അച്ചു സാർ ഇപ്പോഴും വീട് പണി നടത്തിക്കൊണ്ടിരിക്കുക. നമുക്ക് വീട് പണി നടത്താനൊക്കെ ഉണ്ട്. പക്ഷെ അതിന് മുമ്പേ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണം. നമുക്ക് ഇതിനകത്ത് ഇതൊക്കെ കൊണ്ടുവയ്ക്കാം. അത് കൈയിരിക്കട്ടെ. നമുക്ക് കുറച്ച് തടി എടുത്ത് ഇത് 2 എണ്ണം ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മുടെ വീട്ടിൻ്റെ ഇവിടോട്ട് വെച്ചാൽ നമുക്ക് തുറക്കാം. ഇങ്ങനെ ഓടിയാൽ മതിയായി. അമ്മേ ഇവിടെ ഒരു സാധനം ഇടാ. നീ ഒന്ന് വന്നേ. എളുപ്പം വാ. എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്നാൽ മതി. ഒരു അയൺ ഡ്രസ് ഇട്ട ഒരുത്തൻ. നമുക്ക് കുറച്ച് ബാക്ക് അടിച്ച് പോവേണ്ടി വന്നു കേട്ടോ. എനിക്ക് നിർത്തല്ലേ.
എടാ നിർത്തല്ലേടാ, നിർത്തല്ലേ, പോവല്ലേ. അച്ഛാറ് പലതും പറയും കേട്ടോ. നമുക്ക് വീട്ടിൽ കയറിയിട്ട് കുറേ അലങ്കരിക്കാനൊക്കെ ഉണ്ട്. ഈ അടിയൊക്കെ മാറ്റി നമുക്ക് ഈ സാധനം ഇടണം. അത് കുറേ പണികളുണ്ട്. ക്രീപ്പർ മത്തായിയാ. നമുക്ക് ഒരു വാളം എടുത്തിട്ട് ഇറങ്ങാം. പിന്നെ നമുക്ക് ഈ തടി വെട്ടണം ഗൈസ്. അതൊരു സീനായിട്ടുള്ള സാധനമാണ്. പിന്നെ നീയേ ബ്രെഡ് ഉണ്ടാക്കാനേ നീ ഇതുണ്ടല്ലേ മറ്റേ ഇല്ല, എൻ്റെ പുറകെ വാ, എൻ്റെ പുറകെ വാ. ശേഷിയില്ലേ? പയ്യെ വന്നാൽ മതി ഇങ്ങോട്ട്. ആ പന്നീനെയൊക്കെ തിന്നിട്ട് പയ്യെ വന്നാൽ മതി. എടാ ഈ സാധനം എടുത്തിട്ട് ഞാൻ വേണമെങ്കിൽ കുറച്ച് ബ്രെഡ് ഈ ഇങ്ങോട്ട് വന്നാൽ മതി. സാർ അവിടെ നിൽക്കുകയാണല്ലോ. ചെറുതായിട്ടൊന്ന് ബാക്ക് അടിച്ചൊക്കെ പോവേണ്ടി വരും. എൻ്റെ പുറകെ വാടാ അമ്മേ. അയ്യോ എൻ്റെ അമ്മേ, ഒരുത്തൻ പൊട്ടിത്തെറിച്ച് കേട്ടോ. എനിക്കൊന്നും പറ്റിയില്ല കാര്യത്തിന്. ഞാൻ അപ്പം തന്നെ ബാക്കിൽ ഓടി. നമുക്ക് മീൻ പിടിക്കാൻ ഞാൻ ചൂണ്ട ഉണ്ടാക്കിക്കോളാം. നമുക്ക് ഈ സാധനം വേണം. അത് കുറച്ച് ഉണ്ടാക്കണം. അത് നമുക്ക് ഉണ്ടാക്കാം. 2 ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിൽ എന്തൊരു ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. എന്തരടാ? സ്റ്റിക്കിൻ്റെ കൂട്ടോ എടുക്കുന്നു. സ്റ്റിക്കിൻ്റെ കൂട്ടമെന്ന് പറഞ്ഞിട്ടേ എല്ലാം എടുത്തെന്ന് കൊണ്ട് നമ്മുടെ വീട്ടിൻ്റെ അകത്തൊരു മൈനിങ് തുടങ്ങാം. നമുക്ക് ഇവിടെ ആയിട്ട് തുടങ്ങാം. ഇവിടുന്ന് എൻ്റെ അടുത്തൊരു വില്ലേജറും ഇല്ല. ഭയങ്കര സൗണ്ടാണ്.